അനുമതി തെരച്ചിൽ നടത്തുമ്പോൾ പോലും ഇനിയും ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നുണ്ട്. ഒരുപക്ഷെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്താൻ തന്നെ സാധിക്കില്ല. ഇപ്പോൾ കവളപ്പാറയിലൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പോഴും മണ്ണിനടിയിലായി പോയിട്ടുള്ള തിരികെ ലഭിക്കാത്ത തിരിച്ചു വരാത്ത മൃതദേഹങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി വലിയ സംഖ്യയായിരിക്കാം അങ്ങനെ കണ്ടെത്താനാകാതെ പോകുന്നത്. തെരച്ചിൽ എന്തായാലും നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. തുടരാനെന്ന് പറയുമ്പോൾ പോലും ഇത്രയും അധികം പ്രദേശത്തേക്ക് മണ്ണും ചെളിയും പാറക്കല്ലുമൊക്കെ അടിഞ്ഞുകൂടിയ സാഹചര്യമുണ്ട്. തെരച്ചിലിനും ഒരു പരിമിതി ഉണ്ടാകുമല്ലോ. അഭിലാഷ്, അതാണ് ഇവിടെ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ പെട്ടുമുടിയും കവളപ്പാറയും ഇപ്പോൾ മുണ്ടക്കൈയും ഒക്കെ വ്യത്യസ്ത സാഹചര്യം. മുണ്ടക്കൈ ഇതെല്ലാം വിഭിന്നമായ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. മറ്റിടങ്ങളിലൊക്കെ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ മതിയായിരുന്നെങ്കിൽ ഇവിടെ എവിടെ തെരഞ്ഞ് നോക്കണമെന്ന് പോലും അറിയാൻ കഴിയാത്തത്ര വലിയ വിസ്തൃതമായ ദുരന്ത ഭൂമിയാണുള്ളത്. അതായത് പഞ്ചിരിമട്ടം മുതൽ നിലമ്പൂർ വരെ വ്യാപിച്ചു കിടക്കുകയാണ് ഈ ഒരു ദുരന്തത്തിന്റെ ആഘാതം. അപ്പോൾ എവിടെയുമാകാം. ഇവിടെ നമുക്ക് സംശയം തോന്നുന്ന ഇടങ്ങളിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇവിടെ പ്രായോഗികമായിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആളുകൾ ഒഴുകി വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. അതുപോലെ വീടുകൾ നിന്നിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. പുഴ പോകുന്ന വഴി ആ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുക. അങ്ങനെ ഇവിടെ ഒരു കൃത്യമായ ഇടമെന്ന് പറയാൻ കഴിയില്ല. കവളപ്പാറയെല്ലാം തന്നെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഓരോ വീടുകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ആ വീട്ടിലെ ആളുകളെ എത്ര പേരുണ്ട് എന്ന് ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല കവളപ്പാറ മണ്ണിടിച്ചിലാണ്, ഉരുൾപൊട്ടലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ദൂരേക്ക് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഉരുൾപൊട്ടലായതുകൊണ്ട് തന്നെ എവിടേക്കൊക്കെ ഒഴുകി എത്തി എന്നൊന്നും നമുക്ക് ഒരു തരത്തിലും പറയാനാവില്ല, പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. അത് വളരെ വ്യത്യസ്തമാണ്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും രണ്ട് തരത്തിലുള്ള ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ നേരിടുന്ന ഒരു പ്രതിസന്ധി. ഇവിടെ എവിടെയെല്ലാം ആളുകൾ ഉണ്ടെന്നൊന്നും നമുക്ക് ഒരു സാഹചര്യത്തിലും ഒരു സംവിധാനം വെച്ചും മനസ്സിലാക്കാനാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് ഇത്രയും അധികം ആളുകൾ കാണാതായി എന്ന് അറിയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് നടത്തിയേ തീരൂ. കാരണം അത് നമ്മുടെ കടമയാണ്. അപ്പോഴും നമുക്ക് ഈ സമയം അതൊരു പരിമിതി, ഏറ്റവും എത്ര കാലം എങ്ങനെ നടത്തും എന്നുള്ളതൊക്കെ ചോദ്യമായിട്ട് ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയുന്നതിന്റെ പരമാവധി കണ്ടെത്തുക എന്നുള്ളതാണ് ആ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ദൗർഭാഗ്യവാന്മാർക്കായി നമുക്ക് ഇനി ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ട ശ്രമങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് അധികൃതർ പറയുന്നത്. ഇത് വേറെ വെല്ലുവിളികളുണ്ട്, ഏറെ പ്രതിസന്ധികളുണ്ട്. പ്രായോഗികമായിട്ട് നടപ്പാവാൻ കഴിയും അല്ലെങ്കിൽ നടക്കുമോ എന്നൊന്നും അറിയാനാവില്ല. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ മിഷൻ അത് തുടരുന്നു എന്നുള്ളതാണ് കാണാതായവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചുള്ള ഒരു ഏക ആശ്വാസം. കാരണം അവരുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരം അത് സംസ്കരിക്കാനെങ്കിലും സാധിക്കുമല്ലോ എന്നുള്ള അത് കണ്ടെത്തിയാൽ സംസ്കരിക്കാനും അതേപോലെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും കഴിയുമല്ലോ എന്നുള്ള കാര്യം മാത്രമാണ് അവരെ സംബന്ധിച്ച് ശേഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു തെരച്ചിൽ ഇവിടെ തുടരുക തന്നെ വേണം. അത് എത്ര കാലം എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒരിക്കലും വിലയിരുത്താൻ കഴിയുന്ന കാര്യവുമല്ല. അഭിലാഷ്, അനുഭവം സൂചിപ്പിക്കുന്നത് പോലെ കഴിയുന്നത്ര ആളുകളെ അല്ലെങ്കിൽ കഴിയുന്നത്ര മൃതദേഹം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. മരണം സ്ഥിരീകരിക്കുക, മരിച്ചവരെ തിരിച്ചറിയുക, ഇതിനൊക്കെയുള്ള ശ്രമം ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ അപകടമുണ്ടായ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു ഘടന അത്രമേൽ മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിരവധി സഞ്ചാരികൾ ഉൾപ്പെടെ എത്തിയിരുന്നു. അവിടെ ഫാം ടൂറിസത്തിൻ്റെയൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്ന മേഖലയാണ്. അത്രമേൽ പ്രകൃതി രമണീയമായ ഒരിടം ആയിരുന്നു മുണ്ടക്കൈ.
ഉൾപ്പെടെയുള്ള പ്രദേശം, അവിടെ ഒട്ടേറെ ജനങ്ങളേറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്നതൊക്കെ ഇപ്പോൾ നേരത്തെ ഈ പ്രദേശത്തൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ പണ്ട് പകർത്തിയ ചിത്രങ്ങൾ, നേരത്തെ പകർത്തിയ ചിത്രങ്ങൾ, വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ചൂരന്മല പോലെയുള്ള ഒരു പ്രദേശത്തിൻ്റെ ചെറിയ ടൗൺഷിപ്പ്, മുണ്ടക്കൈ പോലെയുള്ള പ്രദേശം, അതിലേക്ക് ഉണ്ടായിരുന്ന റോഡ്, ചുറ്റുമുണ്ടായിരുന്ന കടകൾ, അതിനോട് ചേർന്നുണ്ടായിരുന്ന നിരവധി വീടുകൾ, അതിൻ്റെയൊക്കെ പഴയകാല ചിത്രങ്ങൾ, വീഡിയോകൾ പുറത്തു വരുമ്പോഴാണ് ആ പ്രദേശമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ ഈ മണ്ണിടിഞ്ഞ് കല്ലുകൾ നിറഞ്ഞ് പാറക്കൂമ്പാരം മാത്രമായി മാറിയിരിക്കുകയാണിപ്പോൾ.